എറണാകുളം കോതമംഗലത്തിന് സമീപം ഭൂതത്താൻകെട്ടിൽ പുലി ഇറങ്ങിയെന്ന സംശയം. ഭൂതത്താൻകെട്ടിൽ നിന്ന് വടാട്ടുപാറയിലേക്ക് പോകുന്ന ഭാഗത്താണ് പുലിയെ നാട്ടുകാർ കണ്ടത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ലാൽകൃഷ്ണ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും. ലാൽ, അത്യാവശ്യം വലിപ്പമുള്ള തന്നെയാണ് ഈ മേഖല. അത് ഇത്തരത്തിൽ പുലിഭീതിയുള്ളൊരു പ്രദേശമാണോ? നാട്ടുകാരെ കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്, അതിനുശേഷം ഉൾക്കാടിലേക്ക് ഓടിമറയുന്ന പുലിയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് എപ്പോഴാണ് സംഭവം? വിവരങ്ങൾ എന്താണ്? നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 2 ദിവസം മുമ്പുള്ളതാണ്. ഇത് വനമേഖലയാണ്. പ്രത്യേകിച്ച് ഭൂതത്താൻകെട്ട് മുതൽ അങ്ങോട്ട് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ ശക്തമായ നിബിഡമായ വനമുള്ള ഒരു മേഖലയാണ്. ഇടമലയാർ അണക്കെട്ടടക്കം സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിൽ തന്നെയാണ്. വടാട്ടുപാറയാണ് തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട ജനവാസ മേഖലകളിൽ ഒന്ന് എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ്, അതായത് ഭൂതത്താൻകെട്ട് അണക്കെട്ടിന് തൊട്ട് പിന്നാലെ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തൊട്ട് അടുത്ത് കാണുന്ന ഭാഗം തന്നെയാണ്. സാധാരണഗതിയിൽ കാട്ടാനയും കാട്ടുപന്നി പോലുള്ള ജീവികളെ ഇവിടെ പലപ്പോഴായി കാണാൻ സാധിക്കാറുണ്ട്. ഈ ജീവികൾ വലിയ രീതിയിൽ വഴി ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ അവിടെയുള്ള സമയത്ത് വനപാലകർ തന്നെ ആളുകളെ കടത്തിവിടാതെ പലപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട്. മാത്രമല്ല, 1.5 കൊല്ലം മുമ്പ് ഇതിന് സമീപമായിട്ടുള്ള മറ്റൊരു മേഖലയിൽ നിന്ന് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവർ പുലിയെ കാണുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നതാണ്. ആ സമയത്ത് അവിടെ ഒരു ജാഗ്രത ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ അതിലൂടെ പോകുന്നവർ പൂർണ്ണമായിട്ട് ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. പിന്നീട് അത്തരം പുലിയെ കാണുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ ആ ആശങ്ക മാറുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ദൃശ്യങ്ങൾ അവിടെ നിന്ന് പുറത്തു വരികയും വനപാലകർ അടക്കമുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന കാര്യം നൽകിയത്. എന്നാൽ പുലിയാണോ എന്ന കാര്യത്തിൽ വനപാലകർ ഇപ്പോഴൊരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ഇത് പൂച്ചയുടെ വംശത്തിൽപ്പെട്ട മറ്റൊരു പൂച്ചപ്പുലി എന്നെല്ലാം വിളിക്കുന്ന ജീവിയാണ് എന്നൊരു സംശയവും വനപാലകർ പറയുന്നുണ്ട്, സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ പുലി തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ആശങ്കയും അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് പുലി കണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതേ വാഹനത്തിന്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് നിബിഡമായിട്ടുള്ള പൂയംകുട്ടി അടക്കമുള്ള പ്രദേശങ്ങൾ വരുന്ന വാൽപ്പാറ അടക്കം ഉള്ള പ്രദേശങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് പുലി സഞ്ചരിച്ച് ഇവിടേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും നാട്ടുകാർക്ക് നേരിയ തോതിലുള്ള ആശങ്ക തുടങ്ങിയിട്ടുണ്ട്. ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വനപാലകർ പറയുന്നത്. പരിശോധനയും മറ്റു കാര്യങ്ങളും ശക്തമാക്കിയിട്ടുമുണ്ട്. ശരി, ലാൽകൃഷ്ണയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.